അപ്പോ മിസ്റ്റർ ജോൺസന്റെ നാട് എവിടാന്നാ പറഞ്ഞേ? പറഞ്ഞില്ലല്ലോ. ഇനി പറഞ്ഞാലും മതി. എവിടാണ് നിന്റെ സ്ഥലം? കേട്ടില്ലേ? നിന്റെ സ്ഥലം എവിടാന്ന്? പറയേണ്ട സമയത്ത് പറയും. അപ്പൊ കേട്ട പോരെ. ഞാൻ ലളിതയുടെ ഭർത്താവാണ്. അത് നീ മനസ്സിലാക്കണം. ഞാൻ അവരുടെ എംപ്ലോയി ആണ്. നിങ്ങളുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നീ മാനേജറായില്ല, അതിനു മുമ്പ് കളിക്കാൻ തുടങ്ങി. എന്റെ പെരുമാറ്റം എന്റെ എംപ്ലോയർക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി. എന്താ നിങ്ങളിങ്ങനെ മര്യാദയില്ലാതെ പെരുമാറുന്നത്? ലളിത റബ്ബർ പ്ലാന്റേഷൻസിന്റെ പ്രൊപ്രൈറ്ററുടെ മാനേജരെ നീ എന്ന് വിളിക്കുന്നു? യെസ്, സാരമില്ല മാഡം. അല്ല, ആളിന്റെ നിലവാരം അളക്കാനും വഴികൾ ഇതൊക്കെയാണല്ലോ. ലളിത, ഞാനും വരാം. ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ. എനിക്കും അറിയാം റബ്ബറിനെ കുറിച്ച് ചില കാര്യങ്ങള്. ഞങ്ങളുടെ വീട്ടിലും ഇതുപോലെ റബ്ബർ ഉണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ മാഡം, ഒരു തോട്ടം ഏറ്റവും പ്രൊഫഷണലായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ല, മാഡം ആദ്യമായിട്ട് തോട്ടം നടത്തുന്നതായതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ഒരു സമയത്ത് ഒരു ഓണറെ തോട്ടത്തിനുണ്ടാകാവൂ. അല്ല, അതിപ്പോ മാഡമോ മാഡത്തിൻ്റെ ഹസ്ബൻഡോ ആകാം. ബട്ട് പേഴ്സണലി ഞാൻ പറയും, മാഡം തന്നെ ഓണറാകുന്നതാണ് നല്ലതെന്ന്. കാരണം മാഡത്തിൻ്റെ ഭർത്താവിനെ കണ്ട ഒരു ലുക്കില്ല, നോ ലുക്ക്. ബട്ട് മാഡത്തിനെ കണ്ട അങ്ങനെയല്ല. യു ലുക്ക് മച്ച് ബെറ്റർ. യു ലുക്ക് എ പ്ലാന്റർ. യെസ്. ഒന്നിൽ കൂടുതൽ യജമാനന്മാർ ഉള്ളപ്പോ തൊഴിലാളികൾ കള്ളം കാണിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ നമ്മുടെ ചേർപ്പുങ്കൽ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്തിരുന്നപ്പോ അതിന്റെ ഉടമസ്ഥർ 2 ബ്രദേഴ്സ് ആയിരുന്നു. അതിൽ ചേട്ടൻ ചാക്കോച്ചിയും അനിയൻ ലോനാജിയും തമ്മിൽ തെറ്റിക്കുകയായിരുന്നു ഏവന്മാർ ചെയ്ത ആദ്യത്തെ പരിപാടി. ആര്? വർക്കേഴ്സ്. ഞാൻ അവിടെ ചെന്നപ്പോ അവന്മാരോട് പറഞ്ഞു, നത്തിങ് ഡൂയിങ്. ഒന്നുകിൽ ചാക്കോച്ചി അല്ലെങ്കിൽ ലോനാച്ചി. ഒരു തോട്ടത്തിൽ 2 പ്ലാന്റർമാർ വേണ്ട. അവസാനം ചാക്കോച്ചിക്കായി ചുമതല. അത് കഴിഞ്ഞപ്പോഴാ കാര്യങ്ങൾ പുറത്തു വന്നത്. എവരെ തമ്മിൽ അടുപ്പിച്ച് ലേബേഴ്സ് പല പണികളും ഒപ്പിക്കുകയായിരുന്നു. ഞാൻ അതെല്ലാം പുഷ്പം പോലെ നിർത്തി. അതാ ഞാൻ പറഞ്ഞത്, ചാക്കോച്ചി വാസ് ഗുഡ് ലുക്കിംഗ്. കണ്ട ഒരു തണ്ടും തടിയുണ്ട്. ബട്ട് ലോനാജി വാസ് ലൈക്ക് ദിസ്. മാഡത്തിന്റെ ഭർത്താവിനെ പോലെ ഒരു തരം ഉണക്ക ലുക്ക്. ഈ സർക്കാർ ഓഫീസിലെ പീവൂൺ മൂത്ത് ക്ലർക്കായ മട്ട്. ഒരു കാര്യം ഉറപ്പാ, അവരെ തമ്മിൽ തെറ്റിച്ചത് താനാ. ആ ചാക്കോച്ചിയും ലോനാച്ചിയും. മിസ്റ്റർ ജോൺസൺ, യെസ്. വന്ന് കേറിയപ്പം മുതൽ നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരെ അവഹേളിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു റബ്ബർ തോട്ടം മുതലാളിയുടെ തണ്ടും തടിയും കാണത്തില്ല. കാരണം അവൻ രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഓഫീസിൽ കുത്തിയിരുന്ന് നിങ്ങളെപ്പോലുള്ളവരുടെ സുഖസൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയാണ്. മനസ്സിലായോ? മാഡം, സോറി, ഞാൻ തർക്കിക്കാനില്ല. മാഡത്തിൻ്റെ ഒരു സോഫിസ്റ്റിക്കേഷൻ മാഡത്തിൻ്റെ ഭർത്താവിനില്ല. അല്ല, സർക്കാർ ഉദ്യോഗസ്ഥന് ഈ ലുക്ക് മതി. ബട്ട് പ്ലാന്റർക്ക് അത് പോരാ. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ഓക്കെ മാഡം, ഷാൽ വി മൂവ്? അങ്ങനെയല്ല, സേ വൈ നോട്ട്. മാഡത്തിന് നല്ല ഒരു ലുക്കുണ്ട്. കുറച്ച് നല്ല പോളിഷ്ഡ് ആയിട്ട് പെരുമാറാൻ കൂടി പഠിക്കണം. ഡോണ്ട് വറി, അത് ഞാൻ പഠിപ്പിക്കാം. ഐ വിൽ ടീച്ച് യു. മാഡത്തിനെ ഞാൻ മറ്റൊരാളാക്കി തീർക്കും. യു ആർ ഗോയിങ് ടു സീ ദാറ്റ്. മിസ്റ്റർ ജോൺസൺ പറഞ്ഞത് കേട്ടില്ലേ?
ഒരു തോട്ടത്തിൽ ഒരു പ്ലാന്റർ മതി. അത് ഞാനാകുന്നതാ നല്ലത്. നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാനിപ്പോ വരാം. ഗോ. ലളിത പ്ലാന്റേഷൻസ്. പാവം കരുണാകരൻ മുതലാളി. അങ്ങേരുടെ പേരിന് പോലും സ്ഥാനമില്ലാതായി. കഷ്ടം. നല്ല മഴ വരണ ലക്ഷണമുണ്ട്. അതിനു മുമ്പ് എൻ്റെ ഭാര്യ എഴുന്നള്ളോ എന്തോ. ആ പ്രഭമോളെ, നീ എന്താ ഇവിടെ? നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിനക്ക് സുഖമാണോ മോളെ? എവിടെയാണ് നീ ഇപ്പോൾ താമസിക്കുന്നത്? ഞാൻ ഇടയ്ക്കൊക്കെ നിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു നോക്കും. ഒരു തവണ നിൻ്റെ അച്ഛനാ ഫോൺ എടുത്തത്. ഞാൻ കൂടുതലൊന്നും പറയാതെ അങ്ങ് വച്ചു. പിന്നീട് ഒരിക്കൽ വിളിച്ചപ്പോൾ ഒരു പെമ്പറന്നോരാ ഫോൺ എടുത്തത്. പരിചയമില്ലാത്ത സ്ത്രീ ആയതുകൊണ്ട് പിന്നെ ഞാനങ്ങ് വച്ചു. നിൻ്റെ കാര്യങ്ങൾ പിന്നെ സുനിൽ പറഞ്ഞപ്പോഴാണ് കുറച്ചൊക്കെ അറിഞ്ഞത്. എന്നാലും നിനക്കെന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ. ദേ, എൻ്റെ ഭാര്യയുടെ കൂടെ നിൽക്കുമ്പോൾ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോഴൊക്കെ നിനക്കെതിരെ സംസാരിച്ച് കാണും. പക്ഷേ മനസ്സിൽ എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞില്ലേ അച്ഛാ? ഇനിയിപ്പോ ഞാൻ എന്തിനാ വിളിക്കുന്നത്? ഇത്രയേ ഉള്ളൂ ബന്ധങ്ങളെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കായിരുന്നു. എൻ്റെ പൊന്നുമോള് വിഷമിക്കല്ലേ. എനിക്കൊരു പെൺകുഞ്ഞില്ലെന്നുള്ള വിഷമം മറന്നത് നീ വന്ന് കയറിയപ്പോഴാ. നീ എന്നെ ഒന്നിനും കൊള്ളാത്ത ഒരു കിളവൻ അമ്മായിയപ്പനായിട്ടാണ് കണ്ടിട്ടുള്ളതെങ്കിലും നീ എനിക്ക് സ്വന്തം മകള് തന്നെ ആയിരുന്നു. നീ എപ്പോഴും ആ വീട്ടിലുണ്ടായിരിക്കണമെന്ന് തന്നെയാ എൻ്റെ അന്നത്തെയും ഇന്നത്തെയും ആഗ്രഹം. പിന്നെ ഇങ്ങനെയൊക്കെ വന്ന് ചേർന്നു. എനിക്ക് തോന്നുന്നത് ആ കരുണാകരൻ മുതലാളിയുടെ പ്രേതം എല്ലാവരെയും ആവേശിച്ചെന്നാ. മുമ്പ് സ്വത്തില്ലായിരുന്നേലും വീട്ടുകാർ തമ്മിൽ നല്ല സ്വരൂപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങേരെ സ്വത്ത് കിട്ടിയതിൽ പിന്നെ എല്ലാവർക്കും അങ്ങേരെ പോലെ ഒറ്റാന്തടികളാവാനാണ് ഇഷ്ടം. എനിക്ക് തോന്നുന്നത് അയാൾ ഏതാണ്ട് ദുർമന്ത്രവാദം ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നെന്നാ. കാശ് കിട്ടിയതോടെ മനുഷ്യന് കണ്ണും കാണാതായി. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രമല്ല, ലളിതയുടെ വീട്ടിലും സ്വരൂമില്ല. ഇന്നാളിൽ ആരാണ്ട് പറയുന്ന കേട്ട് സുനിലിനെയും കോമളത്തെ അവരിറക്കി വിട്ടെന്ന്. എന്തു പറയാനാ? എനിക്കും തെറ്റുപറ്റി കാണും അച്ഛാ. എനിക്കതറിയാം. ഞാൻ പ്രസാദിന്റെ കരണത്തടിച്ചു. അത് തെറ്റ് തന്നെ. പക്ഷേ തിരുത്താൻ പറ്റാത്ത തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പ്രസാദ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അതാ. കാലം കഴിയും തോറും ആ തെറ്റ് തിരുത്താൻ ഒരിക്കലും കഴിയാതെ വരും. അതാലോചിക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. അത്രയുള്ളൂ. മോള് വിഷമിക്കാതെ. ഇതൊക്കെ ഒരു ചീത്ത സമയത്തിൻ്റെ ആണെന്ന് വിചാരിച്ചാൽ മതി. കാലം മാറി വരും, നിന്റെ വിഷമങ്ങളും മാറും. നല്ലത് മാത്രം വിചാരിച്ച് മുന്നോട്ട് പോയാൽ മതി. നമ്മൾ ആലോചനയില്ലാതെ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് കുഴപ്പങ്ങളുണ്ടാകുന്നത്. നല്ലത് മാത്രം വിചാരിച്ച് നല്ലത് മാത്രം പ്രവർത്തിച്ച് ജീവിക്കുക. ഒക്കെ ശരിയാവും. ഞാനിപ്പോ വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നത്. അച്ഛാ, എന്റെ പഴയ ജീവിതം മാറിപ്പോയില്ലേ? ഞാൻ മറ്റൊരു പ്രഭയായിരുന്നു കുറച്ചു മുമ്പ് വരെ. ആ പ്രഭ വിചാരിച്ചത് അവളുടെ അച്ഛൻ അവൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാണ്. അവളുടെ ഭർത്താവ് അവളെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു എന്നാണ്. അവൾ അനുഭവിച്ചതെല്ലാം അവളുടെ സ്വന്തമായിരുന്നു എന്നാണ്. കഷ്ടം. എന്തൊരു വിഡ്ഢിയായിരുന്നു ഞാൻ. എനിക്ക് എന്നെ പറ്റിയുള്ള ധാരണകളൊക്കെ തെറ്റായിരുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ ഞാൻ ആ പ്രഭയല്ലാതായി. ഇപ്പോഴുള്ളത് വേറെ ആരോ ആണ്. രാവിലെ ഉണരുമ്പോഴൊക്കെ വാസ്തവത്തിൽ ഞാൻ ആരാണെന്ന് എനിക്ക് സംശയം തോന്നും. ഇപ്പൊ കാണുന്നതൊക്കെ സത്യമാണോ അതോ എന്റെ തോന്നലാണോ? എനിക്കത് അറിഞ്ഞൂടച്ച. എൻ്റെ പൊന്നുമോള്, നീ ഇങ്ങനെ അച്ഛനെ വിഷമിപ്പിക്കാതെ. അതുപോട്ടെ, നീ എന്താ ഇവിടെ? വീട്ടിൽ തന്നെയാണോ താമസം? അല്ല, ഞാനിവിടെ ഒരു ഹോസ്റ്റലിലാണ്.
എനിക്കിവിടെ ഒരു ജോലി കിട്ടി. ഒരു IT കമ്പനിയാ. തൽക്കാലം പ്രൊബേഷനാണ്. എന്നാലും നല്ല ശമ്പളമുണ്ട്. ചിലപ്പോൾ വേറൊരു കമ്പനിയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അച്ഛനെന്താ ഇവിടെ? തനിച്ചാണോ? വീട്ടില് അമ്മയ്ക്കും പ്രസാദിന് സുഖമാണോ? ആ അമ്മ ദാ വരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അതോ കണ്ണി കണ്ടവരോട് കിന്നാരം പറഞ്ഞ് സമയം കളയാണോ? എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഇന്ന് മസാജ് ഉള്ളതാ. 2 മണിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാ നിക്കുന്നേ. കാശ് കൊടുത്തവർക്ക് എന്റെ ദണ്ണം അറിയൂ. കാശില്ലാതിരുന്ന കാലത്തെ ഓരോരുത്തരുടെ കുത്തുവാക്കും തട്ടും ഇഷ്ടം പോലെ അനുഭവിച്ചതാ. അന്ന് ദൈവം തമ്പുരാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് എനിക്കൊരു നല്ല കാലം വന്നു. അന്ന് നമ്മളെ ഇട്ട് ചവിട്ടിയവരൊന്നും ഇങ്ങനെ ഒരു കാലം നമുക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ കണ്ടോ, ആളുകള് വന്ന് നമ്മുടെ കാൽച്ചുവട്ടിൽ കിടന്ന് നക്കുന്നത്. നാണം വേണം മനുഷ്യനായാൽ, നാണം. അല്ല, നിന്റെ കാൽച്ചൂട്ടി ആരാ നക്കിയത്? വല്ല പൂച്ചയോ പട്ടിയോ ആയിരിക്കും, അല്ലെങ്കിൽ വല്ല പാറ്റയോ ഗൗളിയോ ആയിരിക്കും. എന്റെ കാൽച്ചൂട്ടി ആരുമില്ല. നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടോണ്ട് നിന്നാ മതി. ഇങ്ങോട്ട് വാ. അമ്മേ, അമ്മ പറഞ്ഞതൊക്കെ ആരെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലായി. ഞാനതിനൊന്നും തിരിച്ചു പറയുന്നില്ല. മിണ്ടിപ്പോവരുത്. ആരാടി നിന്റെ അമ്മ? അമ്മേ മോളൊക്കെ തീർന്നു. അതൊക്കെ പണ്ടേ തീർന്നു. നിന്റെ ചവിട്ടും തുപ്പും കൊണ്ടോണ്ട് കിടന്ന സരോജ അല്ലടി ഇന്നുള്ളത്. ഞാനേ കരുണാലയ എന്റർപ്രൈസസിന്റെ ഉടമസ്ഥൻ പ്രസാദ് കരുണാലയത്തിന്റെ അമ്മയാ. എടി, എന്റെ ചെറുക്കൻ നല്ല ആണൊരുത്തനാ. അവനെ ഇട്ട് നീയും നിന്റെ തന്തയും കൂടി കുറെ കുരങ്ങ് കളിപ്പിച്ചല്ലോ. ഇപ്പൊ കണ്ടോ ആമ്പിള്ളേര് എങ്ങനെയാ ജീവിക്കുന്നതെന്ന്. അന്ന് അവന് നിന്നോടുള്ള സ്നേഹം കൊണ്ട് അതൊക്കെ അങ്ങ് സഹിച്ചു. പിന്നവന് ബോധം വീണു. അവനെന്തിനാ നിന്റെ ആട്ടും തുപ്പ് കൊള്ളുന്നത്? ഇന്നിപ്പോ കൊടി കെട്ടിയ നിന്റെ തന്തയുടെ റേഞ്ച് അവൻ പിടിച്ചത് കണ്ടോ? അവൻ അത് നല്ല ആണുങ്ങളെ പോലെ നടത്തുന്ന കണ്ടോ? അങ്ങനെ ഇരിക്കും എന്റെ ചെറുക്കനോട് കളിച്ച. ഇന്നിപ്പം നിന്റെ തന്തയുടെ പൊടി പോലും കാണാനില്ലല്ലോ. അങ്ങേര് വയസ്സാം കാലത്ത് 2ാം കല്യാണം കഴിച്ച് ഭാര്യയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. അവളുടെ പേരിലാ എല്ലാം എഴുതി വെച്ചത്. എടീ, ദൈവം എന്ന് പറഞ്ഞൊരാള് മോളിലുണ്ട്. അതോർത്ത് വേണം പെരുമാറാൻ. അത് ഓർത്തോണ്ട് വേണം നമ്മളും സംസാരിക്കാൻ. ഇവൾക്ക് വേണ്ടി മാത്രം പ്രത്യേകിച്ചൊരു ദൈവമില്ലല്ലോ. മതി സരോജം, നമ്മുടെ മകന്റെ ഭാര്യ അവള് ഗർഭിണിയായിട്ടിരിക്കുക. നീ നല്ല വാക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറ, ഇല്ലെങ്കിൽ മിണ്ടാതെ പോ. മോള് വിഷമിക്കരുത്. വിവരക്കേടുകൊണ്ട് പറയണമെന്നാണെന്ന് വിചാരിച്ച് ക്ഷമിക്ക്. നിക്ക് സരോജം, ഇവളെ കൂടെ കാറി കയറ്റാടി. വഴിയിലെവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യാം. ദേ, എന്റെ ചെറുക്കനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാറാ. ഇതിൽ കണ്ട അലവലാദികളെ കയറ്റാനേ കുറച്ച് പുളിക്കും. ഞാൻ ഈ കൊച്ചു വണ്ടി നടക്കുന്ന തന്നെ അവന് സങ്കടം. മിക്കവാറും വേറൊരു സ്കോർപിയോ അവൻ എനിക്ക് വേണ്ടി വാങ്ങിക്കും. എടീ, ഇവളുടെ അച്ഛൻ രാജഗോപാൽ ഇവൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത കാറിൽ നീ നാണമില്ലാതെ എത്ര പ്രാവശ്യം കയറിയിട്ടുണ്ട്. അതൊന്നും ഇത്ര പെട്ടെന്നങ്ങ് മറക്കരുത്. മരുമകളോട് ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ അവളുടെ കൂടെ പൊയ്ക്കോ. ഈ കാറിൽ കയറണ്ട. ഡ്രൈവർ, കാർ എടുക്ക്. എങ്കിൽ പിന്നെ നമുക്ക് പോവാൻ സരോജം. വേഗം വണ്ടി എടുക്ക്. മനുഷ്യ. സരോജം, അല്ലെ അപ്പുറത്തൂടെ കയറാം. സരോജം, സരോജം, അവൾ എന്നെ കാറ് കയറ്റതാ പോയി കളഞ്ഞു. ഞാൻ ഓട്ടോറിക്ഷയിലാ പോകുന്നത്. അച്ഛനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നമ്മുടെ വീട് വരെ പോകണ്ട. നമ്മുടെ വീടിന്റെ ഗേറ്റിൽ നിന്ന് ഒരു 10 അടി മാറ്റി നിർത്തിയാൽ മതി. സരോജം കാണണ്ട. ഓട്ടോ. ആ മോളെ കയറാം. സൂക്ഷിച്ച്. ആ പോട്ടെ. എന്റെ ദൈവമേ, കൊച്ചമ്മാവനെ കണ്ടിട്ടേ ആളറിയുന്നില്ല.
ആളാകെ അങ്ങ് മാറി. ഇത് എന്ത് പറ്റി കൊച്ചമ്മാവ? പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്റ്റൈൽ മാറ്റത്തിന് പിന്നില് എന്താ കാരണം? എന്നോട് തുറന്നു പറഞ്ഞേ. ഷോ, ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. എന്താ? ആ മീശക്കാരൻ ജൗളിക്കടക്കാരൻ പിടിച്ചേൽപ്പിച്ചതാണെന്നോ? ആര്? നമ്മുടെ ഫിലിപ്പോസോ? ഷോ, അത് കൊള്ളാലോ. കടയുടെ മുമ്പിൽ കൂടി നടന്നു പോകുന്നവരെല്ലാം പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഷർട്ട് കൊടുക്കുന്ന അയാളെ എനിക്കൊന്ന് കാണണം. ആ. ഏതായാലും ഒരു 10-15 വയസ്സ് ഒറ്റയടിക്കാൻ കുറഞ്ഞു. അമ്മേ, ഒന്നിങ്ങോട്ട് വന്നേ. കൊച്ചമ്മാവനെ ഒരു പെണ്ണന്വേഷിക്കേണ്ട സമയമായി. അമ്മായി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അമ്മയൊന്ന് വേഗം വാ. അമ്മേ, എങ്ങനെയുണ്ട് ആങ്ങളുടെ പുതിയ സെറ്റപ്പ്? പാവം കൊച്ചേട്ടൻ ഇങ്ങനെ നല്ല ഷർട്ടിട്ട് മറ്റുള്ളവരെ പോലെ അന്തസ്സിൽ നടക്കാനൊക്കെ കൊച്ചേട്ടന് ആശയുണ്ടായിരുന്നെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? സത്യത്തിൽ കൊച്ചേട്ടനെ പഠിപ്പിക്കാനൊക്കെ അയച്ചിരുന്നെങ്കിൽ നല്ല നിലയിലെത്തിയേനെ. പക്ഷെ വല്യേട്ടൻ വിട്ടില്ല. പൊട്ടനെ അഴിച്ചുവിട്ടാൽ പിന്നെ അത് വിനയാകുമെന്ന് പറഞ്ഞു. 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ പോകണ്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്കും അത് സൗകര്യമായി. താഴെയുള്ള പിള്ളേരെ നോക്കാൻ ചക്കാത്തിനൊരാളെ കിട്ടിയല്ലോ. ഞങ്ങളെ 3 അനിയത്തിമാരെയും താഴെ വയ്ക്കാതെ കൊണ്ടു നടന്നത് കൊച്ചേട്ടനാ. എന്തായാലും ഇപ്പോഴെങ്കിലും ഒന്ന് സന്തോഷമായിട്ട് നടക്കട്ടെ. നീ വെറുതെ എന്തിനാ കൊച്ചേട്ടനെ പരിഹസിക്കുന്നത്? ഞാൻ പരിഹസിച്ചതൊന്നുമല്ല, തമാശ പറഞ്ഞതേ ഉള്ളൂ. അത് കൊച്ചമ്മാവിന് മനസ്സിലാവും. അമ്മ എന്തിനാ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്? പക്ഷേ എനിക്കെന്തോ ഒരു സംശയം. നമ്മൾ അറിയാത്ത എന്തോ ഉണ്ട് കൊച്ചമ്മാവിന്റെ മനസ്സിൽ. അത് മുഖത്ത് നോക്കുമ്പോ അറിയാം. എന്തോ ഒളിക്കാനുള്ള ഒരു ശ്രമം, ഒരു കള്ളത്തരം ചെയ്തു വെച്ച മട്ട്. ഒരുമാതിരി ഈ 10ാം ക്ലാസ്സില് ലവ് ലെറ്റർ കൊടുക്കുന്ന പിള്ളേരെ പോലെ. ഈ 5 പാവത്തിന് ഇങ്ങനെ സംശയിക്കാതെ മോളെ. നിനക്കല്ലേലും ആരെങ്കിലും വിശ്വാസമുണ്ടോ? എല്ലാവരെയും സംശയം. എനിക്ക് ആരെയും വിശ്വാസമില്ല. എന്തിനാ വിശ്വസിക്കുന്നത്? വിശ്വസിച്ചിട്ട് ആർക്കെന്താ പ്രയോജനം?